നമ്മൾ ഈ മെഷീനാണ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടത്. ഇത് ലാമിനേഷൻ മെഷീനാണ്. അപ്പോൾ ഇതിനകത്ത് എന്തോ കുരുങ്ങിയിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം, സംഭവം വർക്കിംഗ് ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. നമുക്ക് ആദ്യം പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ മെഷീൻ ഇതാണ്. അപ്പം ഇതിന് നമ്മുടെ കറക്റ്റ് PC-യുടെ ഒക്കെ പുറകെ കുത്തുന്ന അതേ കോഡ് തന്നെയാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് ജസ്റ്റ് പവർ ചെയ്ത് നോക്കാം. നമ്മൾ പവർ കോഡ് കുത്തി ഓണാക്കാം. പവർ ഓണാക്കി. ഇതാണ് പവർ സ്വിച്ച് വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ ഇവിടെ ഹോട്ട് കോൾഡ് 2 ഓപ്ഷനാണുള്ളത്. പിന്നെ ഫോർവേഡ് ബാക്ക്വേഡ്. അതിട്ട് കഴിയുമ്പോൾ തിരിച്ചും കറങ്ങും അങ്ങോട്ടും കറങ്ങും. പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തോ കയറി ചുറ്റിയിട്ട് ഫുള്ള് ഉരുകിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി ഇത് തണുപ്പിക്കാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് അഴിക്കാം. അപ്പോൾ നമുക്ക് പവർ കോഡ് ഊരിയിട്ട് അഴിച്ച് നോക്കാം. ഇതിന് നട്ട് വരുന്ന സൈഡിലാണ്, 2 സൈഡിലും. നമുക്കത് അഴിക്കാം, കവർ അഴിക്കാനായിട്ട്. നമ്മൾ ടോപ്പ് കവർ എല്ലാം അഴിച്ചു. ഇനി നമുക്ക് ഈ കറങ്ങുന്ന ഈ റോളറിന്റെ അകത്താണ് ചൂടാവുന്നത്. അപ്പം ഇവിടാണ് ഈ സാധനം ചുറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് നമുക്ക് റോളർ അഴിച്ചെടുക്കാനായിട്ട്. ഈ സൈഡിലാണ് ഇതിന്റെ ഗിയർ മോട്ടർ വരുന്നത്. ഈ കാണുന്നതാണ് ഇതിന്റെ ഗിയർ മോട്ടർ. ചെറിയ മോഡലുണ്ട് അതിന്റെ. ഈ ടൈപ്പ് മോഡലിനൊക്കെ ഇങ്ങനത്തെ ഗിയർ മോട്ടർ അല്ല വരുന്നത്. ചെറിയ നമ്മുടെ മറ്റേ സിങ്ക്രണൈസ് മോട്ടർ പോലത്തെ സാധനമാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ചെറിയ മോട്ടർ ഉണ്ടല്ലോ, ആ ടൈപ്പ് മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം അഴിച്ചെടുക്കാം. നമ്മുടെ ഇതിൻ്റെ പവർ യൂണിറ്റ് വരുന്നത് ഇതാണ്. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് കണക്ഷൻ വരുന്നത്. അതേന്ന് മോട്ടറിലോട്ടുള്ളതും കൺട്രോളറിലോട്ടുള്ളതും പോകുന്നത്. നമുക്ക് വേണ്ടത് ഈ ഭാഗമാണ്. ഇതിനകത്താണ് സ്റ്റക്ക് ആയിരിക്കുന്നത്. ഇവിടെ ഈ സൈഡിൽ ലാമിനേഷൻ ഷീറ്റ് ഇവിടെ ചുറ്റിയിരിക്കുന്നത്. നമുക്ക് അതാണ് അഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിൽ അഴിച്ചെടുക്കാം. ഇതിൻ്റെ ഈ ഹീറ്റിംഗ് ഓയിൽ ഫുള്ള് ഉരുകിയിരിക്കുകയാണ് ഇവിടെ. നമുക്ക് ക്ലീൻ ചെയ്ത് നോക്കാം. ഇത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിടാം ഗൈസ്. അപ്പോൾ ഇതിനകത്ത് ഇത് കണ്ടോ കയറി ചുറ്റിയിരിക്കുകയാണ്. നമുക്കിതാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മളിതിൻ്റെ മുകളിലത്തെ ഈ ട്യൂബ് നമ്മൾ ക്ലീൻ ചെയ്തായിരുന്നു. അത് മൊത്തം പ്ലാസ്റ്റിക് ഉരുകി പിടിച്ചിരിക്കുകയായിരുന്നു. അത് നമ്മൾ ക്ലീൻ ചെയ്തു. ഈ പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഇതിനകത്തൊന്ന് എടുക്കേണ്ടത്. അതിന് ഈ സൈഡിലുള്ള ഈ നട്ടും ആ സൈഡിലുള്ള ആ നട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് പൊങ്ങി വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിങ്ങ് വലിച്ചൂരിയെടുക്കാം. നമ്മുടെ ഇത് കണ്ടോ കത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക് എല്ലാം അവിടെ ചുരുങ്ങി ഫുള്ള് കത്തിപ്പോയി. നമുക്കിത് ഫുള്ള് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഇതാണ് ഇതിനകത്തിരുന്ന സാധനങ്ങൾ ഫുള്ള് കരിഞ്ഞു പോയി. ഇവിടെ എല്ലാം കത്തി, നല്ലപോലെ കത്തി. ഈ റോളറും നല്ലപോലെ ചെളിയായി. ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തിടാവേ. നമ്മളൊരു റോളർ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിലത്തെ ഫുള്ള് മറ്റേ കരിഞ്ഞു പിടിച്ചതെല്ലാം കളഞ്ഞു. അടുത്ത റോളറിൻ്റെ കണ്ടീഷൻ ഇതാണ്. നമ്മളിതും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കാണാം. നമ്മളങ്ങനെ ഇത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ഇപ്പോഴത്തെ ഇത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്തു. ക്ലീനറൊക്കെ ഇട്ട് ഫുള്ള് ക്ലീൻ ചെയ്തു. എല്ലാ റോളും ക്ലീൻ ചെയ്തു. പിന്നെ ഈ ട്യൂബ് ക്ലീൻ ചെയ്തിട്ടു. ഇനി നമുക്കിത് ബാക്കിയെല്ലാം തിരിച്ച് പിടിപ്പിക്കാം. ഇത് തിരിച്ചിടുകയാണ്. അപ്പോൾ ഇതൊരു 2 പീസായിട്ട് വരുന്നത്. ഇതിനായിട്ട് ജസ്റ്റ് കയറ്റി ഇടുക. ഇത് കറക്റ്റ് ഈ ട്രാക്കിലോട്ട് ഇടുക, താഴോട്ട് വെക്കുക. അത്രേ ഉള്ളൂ. പിന്നെ ഈ ലോക്കുണ്ട്. ഈ ലോക്ക് നമ്മൾ ഇടുന്നു. ഈ സ്പ്രിങ് ഉള്ള ഈ നട്ടിട്ടിട്ട് മുറുക്കണം. നമുക്കിത് ടൈറ്റ് ചെയ്ത് ഈ നട്ടിലോട്ട് മുറുക്കണം. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് കാണാം. നമ്മളിത് 2 ടൈറ്റ് ചെയ്തു. ടൈറ്റ് ചെയ്യുമ്പോൾ 2 സൈഡ് ഒരുപോലെ ടൈറ്റ് ചെയ്യണം. കാരണം ഈ കറക്റ്റ് റോളർ ഒരേ ഗ്യാപ്പായിരിക്കണം ഇതിൻ്റെ 2 സൈഡിലും വേണ്ട. ഇല്ലെങ്കിൽ നമ്മൾ ഇത് പേപ്പറൊക്കെ കയറ്റി വിടുമ്പോൾ ജാം ആവും പിന്നെ. അപ്പോൾ അത് കറക്റ്റ് ടൈറ്റ് ആക്കി വെക്കുക. അപ്പോൾ നമ്മളിത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പേപ്പർ അതിനകത്ത് കയറി ഉരുകി കത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്ത്. അപ്പോൾ നമ്മുടെ ഈ റോളറെ ഫുള്ള് ബ്ലാക്ക് കളർ ഇരിക്കുകയായിരുന്നു. നമ്മളതെല്ലാം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയേഴ്സിലെല്ലാം നമ്മൾ ഗ്രീസ് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ. നമുക്കിനി നേരെ പവർ കുത്തി ഓണാക്കി ചെക്ക് ചെയ്യാം. നമ്മളപ്പോൾ സ്വിച്ച് ഓണാക്കി, പവർ സ്വിച്ച് ഓണാക്കി. നമ്മുടെ ഗിയറും കാര്യങ്ങളും എല്ലാം കറങ്ങി, റോളർ കറങ്ങാൻ തുടങ്ങി. നമ്മൾ ഹീറ്റ് കുറച്ചാണ് ഇട്ടേക്കുന്നത്. അത് കൂട്ടി നമുക്ക് ആവശ്യമുള്ള ഇട്ട് നോക്കാം. ചൂടാകുമ്പോൾ നോക്കാം. അപ്പം നമ്മുടെ ഫുൾ റോളറും എല്ലാം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ലാമിനേഷൻ ഷീറ്റ് ഒന്ന് കയറ്റി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നമ്മളൊരു ലാമിനേഷൻ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് ഒരു സാധനം വെക്കാം. ഇനി നമുക്ക്
മെഷീൻ ഓണാക്കി ഹീറ്റാക്കാം. നമ്മുടെ ഇവിടെ റെഡി ഹോട്ട് ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ലാമിനേഷൻ ഷീറ്റ് ഈ ഇത് വെച്ചിട്ട് കയറ്റി വിട്ട് നോക്കാം. അങ്ങനെ നമ്മുടെ ലാമിനേഷൻ ഷീറ്റ് ലാമിനേറ്റായി കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ കവറെല്ലാം ഇട്ട് മൂടി ഫുള്ള് പഴയ കണ്ടീഷനിലോട്ടാക്കുവാണ്. നമ്മളെല്ലാ പാർട്സും തിരിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തു, അതിനകത്ത് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ഓൺ ആക്കി നോക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ലാമിനേറ്റ് ചെയ്ത് കാണിക്കാം. നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മെഷീൻ പവർ ഓണും കൂടെ ചെയ്യാൻ വിടുന്നു. നമുക്ക് ഒരു 90 സെറ്റ് ചെയ്യാം. നമ്മുടെ ചൂട് 90 ഇവിടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലാമിനേഷൻ ചെയ്യാനുള്ള ഒരു സാധനം ഇതിലൂടെ കയറ്റി വിട്ട് നോക്കാം. നമ്മൾ ഈ ഷീറ്റാണ് ലാമിനേറ്റ് ചെയ്യുന്നത്. ഇത് കയറ്റി വിടാം. നമ്മുടെ ഇത് ലാമിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.